മുഹബ്ലി നാഷണൽ ആശുപത്രിയിലെ ഡോക്ടർമാർ ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ നടത്തി. ഒരു രോഗിയുടെ നെഞ്ചിൽ കഴിഞ്ഞ 8 വർഷമായി ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ഒരു വലിയ കത്തിയുടെ ബ്ലേഡ്. 44 വയസ്സുകാരനായ ഈ രോഗി മുലക്കണ്ണിൽ നിന്ന് വേദനയും പഴുപ്പും സ്രവിക്കുന്നതായി പരാതിപ്പെട്ടാണ് ആശുപത്രിയിലെത്തിയത്. എന്നാൽ എക്സ്റേ പരിശോധനയിൽ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു വലിയ ലോഹവസ്തുവിന്റെ സാന്നിധ്യം ഡോക്ടർമാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ അടുത്തിടെ രേഖപ്പെടുത്തിയ ഈ കേസ് മനുഷ്യ ശരീരത്തിന്റെ അസാധാരണമായ പ്രതിരോധ ശേഷിയെ എടുത്തു കാണിക്കുന്നു. ആശുപത്രി സന്ദർശിക്കുന്നതിന് മുൻപ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് രോഗി പറയുന്നു. കഴിഞ്ഞ 10 ദിവസമായി വലതുമുലക്കണ്ണിൽ നിന്നും വെളുത്ത പഴുപ്പ് വരുന്നുണ്ടെന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. എന്നാൽ സാധാരണഗതിയിൽ ഇത്തരമൊരു അപകടത്തിൽ ഉണ്ടാകേണ്ട നെഞ്ചുവേദന, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ചുമ, പനി എന്നിവയൊന്നും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നില്ല എന്നതാണ് അത്ഭുതം. ഡോക്ടർമാർ വിശദമായി ചോദിച്ചപ്പോഴാണ് 8 വർഷം മുൻപ് നടന്ന ഒരു അക്രമാസക്തമായ വഴക്കിനെ കുറിച്ച് അയാൾ ഓർമ്മിച്ചത്. ആ വഴക്കിനിടെ തന്റെ മുഖത്തും പുറകിലും നെഞ്ചിലും വയറ്റിലും ഗുരുതരമായി പരിക്കേറ്റെന്നും മുറിവുകൾ തുന്നിച്ചേർത്ത ശേഷം സാധാരണ ജീവിതം പുനരാരംഭിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തിടെയുണ്ടായ സങ്കീർണത ഉണ്ടാകുന്നതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അവിശ്വസനീയമെന്ന് പറയട്ടെ, കത്തിയുടെ ബ്ലേഡ് 8 വർഷത്തോളം ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. പ്രധാന അവയവങ്ങളിൽ നിന്ന് തെന്നിമാറിയ നിലയിലായിരുന്നതിനാൽ ജീവന് ഭീഷണിയുണ്ടായില്ല. അദ്ദേഹത്തെ ആദ്യം ചികിത്സിച്ച ആശുപത്രിയിൽ റേഡിയോളജിക്കൽ സൗകര്യങ്ങളുടെ അഭാവം മൂലമാണ് അന്ന് ഈ ബ്ലേഡ് ശ്രദ്ധിക്കാതെ പോയത്. അന്യവസ്തുവിന് ചുറ്റും ചത്ത കലകൾ അടിഞ്ഞുകൂടിയതിന്റെ ഫലമായാണ് പഴുപ്പുണ്ടായതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. തുടർന്ന് ശസ്ത്രക്രിയ വിദഗ്ധർ അതീവ ശ്രദ്ധയോടെ ബ്ലേഡും ചത്ത കലകളും പഴുപ്പും നീക്കം ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 24 മണിക്കൂർ ICUവിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞ രോഗിയെ പിന്നീട് 10 ദിവസത്തെ സുഖം പ്രാപിക്കൽ കാലയളവിനായി ജനറൽ വാർഡിലേക്ക് മാറ്റി. യാതൊരു സങ്കീർണതകളും ഇല്ലാതെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തു. ഇത് വൈദ്യശാസ്ത്ര ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു അപൂർവ കേസായാണ് വിലയിരുത്തപ്പെടുന്നത്.